ലഹരി മരുന്ന് കേരളത്തിലെത്തിക്കാൻ പുതിയ വഴികൾ തേടുകയാണ് ലഹരി മാഫിയ. ഡാർക്ക് നെറ്റിലൂടെ ഓൺലൈനായി വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരെയും MDMA ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. കൊച്ചിയിൽ എക്സൈസ് പിടികൂടിയ യുവാവ് ക്രിപ്റ്റോ കറൻസി ഉപയോഗിച്ചാണ് ജർമ്മനിയിൽ നിന്നും ലഹരി വാങ്ങിയത്. കോഴിക്കോട് കുതിരവട്ടം സ്വദേശി മിർസാബിൻ്റെ പേരിലെത്തിയ കൊറിയർ പാഴ്സലിൽ 20 ഗ്രാം MDMA കണ്ടെടുത്തു. പിടിയിലായ മിർസാബ് ലഹരി മാഫിയയിലെ പ്രധാനിയെന്നാണ് സൂചന. കഴിഞ്ഞ ദിവസം ഫ്രാൻസിൽ നിന്നും കൊറിയർ വഴി MDMA എത്തിച്ച കേസിൽ നെടുമങ്ങാട് സ്വദേശിയായ യുവാവിനെ എക്സൈസ് പിടികൂടിയിരുന്നു. കൊച്ചിയിലെ ഫോറിൻ പോസ്റ്റ് ഓഫീസിലേക്കാണ് പാഴ്സലായി ലഹരി എത്തിയത്. ഇത് പരിശോധിച്ചപ്പോൾ ഉള്ളിൽ 20 ഗ്രാം MDMA. തുടർന്ന് പാഴ്സൽ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് എറണാകുളം സർക്കിൾ എക്സൈസ് ഓഫീസിന് കൈമാറുകയായിരുന്നു. കോഴിക്കോട് കുതിരവട്ടം സ്വദേശി മിർസാബിന്റെ പേരിലാണ് പാഴ്സൽ എത്തിയതെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. ഇയാളെ പിന്നീട് എക്സൈസ് ചോദ്യം ചെയ്തപ്പോഴാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നത്. ഡാർക്ക് നെറ്റ് വഴിയാണ് ലഹരി ഓർഡർ ചെയ്തതെന്ന് പ്രതി സമ്മതിച്ചു. ക്രിപ്റ്റോ കറൻസി ഉപയോഗിച്ചായിരുന്നു ഇടപാട്. പ്രതിയുടെ ലാപ്ടോപ്പും മൊബൈൽ ഫോണും ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കും. കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ രാജ്യാന്തര തപാൽ സംവിധാനം വഴി എത്തിച്ച കൊറിയറിൽ നിന്നും ലഹരി മരുന്ന് എക്സൈസ് പിടികൂടിയിരുന്നു. കേസിൽ തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശി അതുൽ കൃഷ്ണയെ എക്സൈസ് ഇയാളുടെ വീട്ടിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്. ഫ്രാൻസിൽ നിന്ന് ഡാർക്ക് വെബ് വഴിയാണ് MDMA ഓർഡർ ചെയ്തു വരുത്തിയത്. ബിറ്റ്കോയിൻ വഴിയാണ് ഇയാൾ പണം നൽകിയതെന്നും എക്സൈസ് കണ്ടെത്തി. ഇതിന്റെ ഉറവിടം തേടി നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ സഹകരണത്തോടെ ഇന്റർപോളിന്റെ സഹായം തേടാൻ ഒരുങ്ങുകയാണ് എക്സൈസ്. ന്യൂസ് 18 കൊച്ചി.